നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഏറ്റവും ഹിസ്റ്റോറിക് ആയിട്ടുള്ളൊരു കേസാണ് IC ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. 19-ാം നൂറ്റാണ്ടിൽ ഒരു ബ്രാഹ്മണൻ പേര് IC ഗോലക്നാഥ് ബംഗാൾ നഗരത്തിൽ ആണ് ജനിച്ചത്. അവിടെ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ആവുമായിരുന്നു. അങ്ങനെ കൺവേർട്ടായ സമയത്ത് ആ നാട്ടിൽ അല്ലെങ്കിൽ ആ നഗരത്തിൽ ആർക്കും അതും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നായിരുന്നു. അങ്ങനെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഗോലക്നാഥിനെ പുറന്തള്ളപ്പെട്ടു. അങ്ങനെ ഗോലക്നാഥ് പഞ്ചാബിലേക്ക് വന്നു. അവിടെ എത്തിയതിന് ശേഷം ഒരു ക്രിസ്ത്യൻ മിഷണറിയിൽ ചേർന്നു. ഒരു കാശ്മീരി വുമണിനെ കല്യാണം കഴിച്ചു. 2 കുട്ടികളാണുള്ളത്, ഹെൻറി ആൻഡ് വില്യം. ഇവർ 2 പേരും സ്വയം കുറേ സ്ഥലം വാങ്ങുമെന്നും സ്വയം സമ്പന്നരാവും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ആയി 500 ഏക്കർ സ്ഥലം 2 പേരുടെയും പേരിലുണ്ടായിരുന്നു. ആ സമയത്താണ് പഞ്ചാബിൽ ലാൻഡ് റിഫോംസ് ആക്ട് വരുന്നത്. ഇറ്റ് കെയിം ഇൻ 1953. അങ്ങനെ ഒരു ലിമിറ്റഡ് സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇൻകം അല്ലാതെ ബാക്കിയെല്ലാം സർപ്ലസ് ആയി പോവുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞത് ഹെൻറിക്കും വില്യമിനും 30 ഏക്കേഴ്സ് കയ്യിൽ വെക്കാമെന്നും ബാക്കിയുള്ള സ്ഥലം കുടിയൊഴുപ്പിന് വേണ്ടി കൊടുക്കുന്നവർക്ക് കുറച്ച് കൊടുക്കും, ബാക്കിയുള്ളത് സർപ്ലസായി ഗവൺമെൻറ് ഏറ്റെടുക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഗോലക്നാഥ് സുപ്രീം കോർട്ടിനെ ആർട്ടിക്കിൾ 32 പ്രകാരം അപ്രോച്ച് ചെയ്യാണ്. ഹിസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ വയലേറ്റഡ് എന്ന് പറഞ്ഞ്. അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ ഒരു കേസ് ലോ വരികയാണ് IC ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. 11 അംഗ ബെഞ്ചായിരുന്നു ആ കേസിൻ്റെ ഹിയറിങ്ങിനുണ്ടായിരുന്നത്. അതിൽ ഗോലക്നാഥ്, അതായത് പെറ്റീഷണർ സൈഡ് റേസ് ചെയ്തത് അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് F ആൻഡ് ആർട്ടിക്കിൾ 19 ക്ലോസ് G എന്നുള്ളതായിരുന്നു. 19 ക്ലോസ് 1 ക്ലോസ് F എന്ന് പറയുന്നത് പ്രോപ്പർട്ടി അക്വയർ ചെയ്യാനുള്ള റൈറ്റും G എന്ന് പറയുന്നത് റൈറ്റ് ടു പ്രൊഫഷനുമാണ്. മാത്രമല്ല ഈ ലാൻഡ് റിഫോംസ് ആക്ടിനെ 9th ഷെഡ്യൂളിലേക്ക് അവർ ഉൾപ്പെടുത്തിയിരുന്നു. 9th ഷെഡ്യൂളിലേക്ക് ഒരു ലോ അല്ലെങ്കിൽ ഒരു ആക്ടിനെ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ അണ്ടറിലാണ്. അതായത് അതിൻ്റെ വാലിഡിറ്റി നമുക്ക് കോർട്ടിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.